ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ എം ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിച്ചത്. ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് അനുവദിച്ചിട്ടുള്ളത്. ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനായുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് സഭയിൽ പറഞ്ഞു. This legislation, which seeks to make amendments in 2024 Act in order to make it more stringent, more deterrent, is being brought in. If there are any suggestions for improvement, I'll be taking note of it. This bill is a reaffirmation of the government's highest commitment to safeguard the welfare of the students and youth of this country. ബിൽ സ്വാഗതം ചെയ്യുന്നതായും എന്നാൽ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമാകില്ലെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. सभापति जी, इस अमेंडमेंट बिल का हम स्वागत करते हैं, लेकिन ये अभी भी अधूरा है. पेपर लीक होने से रोकने की मजबूत व्यवस्था इसमें नहीं है, लेकिन आपका इंटेंशन आपने इसमें नहीं बताया. इसको कैसा रोकना. അതിനിടെ നീറ്റ് വിഷയത്തെ ചൊല്ലി ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. നിരവധി തവണ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ദേശീയ ഗാനത്തിന് ലഭിക്കുന്ന നിയമപരിരക്ഷ ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. 1971 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് അവതരിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സംരക്ഷിക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബഹിരാകാശ സാങ്കേതിക വിദ്യ രാജ്യത്തിന്റെയും മനുഷ്യരാശിയുടെയും പുരോഗതിക്കായി വിനിയോഗിക്കണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IIST വലിയമല ക്യാമ്പസിൽ നടന്ന 14ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമാണെന്നും ഗവർണർ പറഞ്ഞു. ഓണക്കാലത്ത് മൊത്ത ചില്ലറ വിൽപ്പനശാലകളിലെ സ്റ്റോക്കും വില നിലവാരവും നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഇതിനായി ഓഗസ്റ്റ് 1 മുതൽ 25 വരെ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തും. പൊതുവിപണിയിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിലവർധന റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മത്സരിക്കാനൊരുങ്ങി കോട്ടയത്തിന്റെ ജനകീയ ചുണ്ടൻ വള്ളം. കോട്ടയം ജില്ലയിലെ ആദ്യ ജനകീയ ചുണ്ടൻ വള്ളമായ ആർപ്പൂക്കര ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 500-ലേറെ കുടുംബങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ജനകീയ സംരംഭമായാണ് ആർപ്പുക്കര ചുണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത്. ആർപ്പുക്കരയിലെ പ്രത്യേക പണിപ്പുരയിൽ എടത്വ കോവിൽ മുക്ക് സാബു നാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് ചുണ്ടൻ വള്ളത്തിന്റെ നിർമ്മാണം. 128 അടി നീളവും 64 ഇഞ്ച് വീതിയും വള്ളത്തിനുണ്ട്. 85 തുഴച്ചിൽക്കാർക്കും 5 അമരക്കാർക്കും ഒരേ സമയം തുഴയാൻ സാധിക്കുന്ന രീതിയിലാണ് വള്ളത്തിന്റെ ഘടന. പൌരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവരാവകാശ കമ്മീഷൻ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപേക്ഷ ലഭിച്ചാൽ എത്രയും വേഗം വിവരങ്ങൾ നൽകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027ന്റെ ആദ്യഘട്ടം അവസാനിച്ചു. സെൻസസ് 1ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു സംസ്ഥാനങ്ങളിലെയും നിലവിലെ പ്രളയ സാഹചര്യം ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തലസ്ഥാനം ഉൾപ്പെടെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9-നാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടി. രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ പ്രവേശിച്ചു. നിലവിൽ 3 സ്വർണവും 9 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 15 മെഡലുകളുമായി ഇന്ത്യ 8ാം സ്ഥാനത്താണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ M. ശ്രീശങ്കറിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ച് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ. കേരളത്തിന്റെ കായിക മേഖലയെ കൂടുതൽ ശക്തമാക്കണമെന്ന് ശ്രീശങ്കർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ശ്രീശങ്കറിന് അഭിനന്ദനം അറിയിച്ചു. പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം തിരുവാമനമൂർത്തി ക്ഷേത്രത്തിൽ പിള്ളേരോണ ദിനമായ ഇന്ന് ഓണസദ്യ ഉണ്ട് കുരുന്നുകൾ. ബാലകരെ വാമനമൂർത്തിയുടെ പ്രതിരൂപമായി കണ്ട് സദ്യ നൽകി പൂജിക്കുന്ന ചടങ്ങാണ് ഇത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ്. ശ്രീധർ. 7 വയസ്സിന് താഴെയുള്ള കുരുന്നുകളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ബാലികാ ബാലകന്മാരെ വാമനമൂർത്തിയായി സങ്കല്പിച്ച് പൂജിച്ച ശേഷം ക്ഷേത്രവളപ്പിൽ ശ്രീകോവിലിന് സമീപം ഇരുത്തി മധുരപലഹാരങ്ങളും ഓണസദ്യയും നൽകി. തുടർന്ന് കൈകഴുകിയെത്തുന്ന ബാലകന്മാരെ ആരതി ഒഴിഞ്ഞ് ശ്രീകോവിലിൽ ഭഗവാന് നേദിച്ച മധുരപലഹാരങ്ങൾ നൽകി പൂജകൾ പൂർത്തിയാക്കി. കേരളത്തിൽ തന്നെ അപൂർവമായി പടിഞ്ഞാറ് ദർശനമുള്ളതുമായ ക്ഷേത്രം വള്ളംകുളത്ത് നിന്നും 3 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 274 പോയിന്റ് നേട്ടത്തിൽ 77,928-ലും നിഫ്റ്റി 24,317-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി നാളെ അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ജർമ്മനിയിൽ ഷെഫ് തസ്തികയിലെ 20 ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. norca-roots.kerala.gov.in വഴി ഓഗസ്റ്റ് 9 വരെ അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ്. നിലവിൽ ഇന്ത്യയിൽ താമസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് അവസരം. കൊല്ലം ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. രാവിലെ 7:45 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണം ഉണ്ടാകും. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം പിൻവലിച്ചിട്ടും കോട്ടയം ജില്ലയിൽ ചായ ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതായി പരാതി. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. ദേശീയ ബഹുമതികളോടുള്ള അനാദരം തടയൽ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ പോലീസിന്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ യുവശാസ്ത്രജ്ഞരുടെ പങ്ക് നിർണായകമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ M. ശ്രീശങ്കറിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.